ഒരു പ്രവാസിയായ വ്യക്തി റമദാൻ 30ാമത്തെ നോമ്പിന് വിദേശത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. നാട്ടിലെത്തുമ്പോൾ നാട്ടിലുള്ള ആളുകൾക്ക് 29ാമത്തെ നോമ്പാണുള്ളത്. 29ന്റെ അന്ന് മാസം കണ്ടതുമില്ല. അങ്ങനെ നാട്ടുകാർ 30ാമത്തെ നോമ്പ് പിറ്റേന്ന് നോക്കും. എന്നാൽ ഈ വന്ന പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം 30 പൂർത്തീകരിച്ചു. പിറ്റേ ദിവസം നാട്ടിലുള്ള ആളുകൾ നോമ്പുകാരാണ്. ഈ സമയത്ത് പ്രവാസി എന്താണ് ചെയ്യേണ്ടത്? അവൻ നാട്ടിലുള്ള സാഹചര്യത്തോട് യോജിക്കണമെന്നാണ് ഫുഖഹാ അഭിപ്രായപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം 31ാമത്തെ നോമ്പാകും. പക്ഷേ അത് പ്രശ്നമല്ല. നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം 30ാമത്തെ നോമ്പേ ആകുന്നുള്ളൂ. അതുകൊണ്ട് നാടിനോട് യോജിക്കുകയാണ് വേണ്ടത്. അതുപോലെ മറ്റൊരു സാഹചര്യത്തിൽ ഒരു പ്രവാസിയായ വ്യക്തി 28ാമത്തെ നോമ്പിന് നമ്മുടെ നാട്ടിലെത്തുകയാണ്. നാട്ടിലുള്ളവർക്കാണെങ്കിലോ 29ആണ്. അന്ന് സൂര്യൻ അസ്തമിച്ചു, ഷവ്വാൽ പിറ കണ്ടു. നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം 29 നോമ്പ് പൂർത്തീകരിച്ചു. ഈ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം 28 ആയിട്ടുള്ളൂ. നാട്ടുകാർ പിറ്റേ ദിവസം പെരുന്നാൾ ആഘോഷിക്കുന്നു. ഈ പ്രവാസി എന്താണ് ചെയ്യേണ്ടത്? പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിലും നാട്ടുകാർ ഏതവസ്ഥയിലാണോ അതിനോട് യോജിക്കലാണ്. എന്ന് പറഞ്ഞാൽ 29 പൂർത്തീകരിച്ച് പിറ്റേന്ന് മാസം കണ്ടത് അടിസ്ഥാനത്തിൽ പെരുന്നാൾ ആഘോഷിക്കുന്ന നാട്ടുകാരോട് ഈ പ്രവാസി യോജിക്കണം. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം 28 നോമ്പേ ലഭ്യമായിട്ടുള്ളൂ. ആ വ്യക്തി പിന്നീട് പെരുന്നാളിന് ശേഷം അവന് നഷ്ടപ്പെട്ടു പോയ ഒരു നോമ്പ് കൂടി ഖളാ വീട്ടൽ നിർബന്ധമാണ്.